നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 29. അങ്ങനെ ഓഗസ്റ്റ് മാസത്തിലെ സീരീസ് നിഫ്റ്റിയിൽ നിന്ന് ആരംഭിച്ച് ആദ്യ ട്രേഡിംഗ് സെഷനിൽ തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് അതിശക്തമായ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി, കൂടാതെ നിഫ്റ്റിക്ക് ഈ മാസം 20-ാം തീയതിക്ക് ശേഷം വീണ്ടും 24,200 എന്ന ലെവലിന് മുകളിലായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി, കൂടാതെ തുടർച്ചയായി ഇന്ന് 4ാമത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിക്ക് അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50 ഡേയുടെയും കൂടാതെ കുറച്ചേറെ ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20 ഡേ ഇഎംഐകളുടെയും കൂടാതെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 100 ഡേ ഇഎംഐയുടെ മുകളിലായിട്ടും ഇന്ന് നിഫ്റ്റിക്ക് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ ശക്തമായ ഒരു നേട്ടത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയതെന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും നിഫ്റ്റിയിൽ ഏകദേശം 190 പോയിന്റുകൾക്കടുത്തുള്ള ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗും ഇന്ന് ലഭ്യമായി. മാത്രമല്ല, ഇന്നത്തെ ആദ്യം 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ നിഫ്റ്റിക്ക് ഇന്ന് അതിന്റെ ഡേ ലോയിൽ നിന്നും സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. പിന്നീട് ഒരിക്കൽ പോലും നിഫ്റ്റിക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടും വന്നില്ല. എങ്കിലും 24,283 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തുടർന്ന് 264 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 24,250 എന്ന ലെവലിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായപ്പോൾ സെൻസെക്സിന് 888 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 450 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാനായി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1936 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടിയും അതേസമയം 1040 സ്റ്റോക്കുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടിയും ഇന്ന് ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നുള്ളൂ. ജിയോ ഫിനാൻഷ്യൽ സർവീസസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇൻഫോസിസ്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, L&T തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50-ലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനായപ്പോൾ അദാനി പോർട്സ്, M&M, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ഐഷ മോട്ടേഴ്സ്, HDFC ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50-ലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ IT, മീഡിയ, മെറ്റൽ, ഫാർമ, ടെലികോം, പ്രൈവറ്റ് ബാങ്ക്, FMCG, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ മേഖലകൾക്ക് ഇന്ന് 1% മുതൽ 2% നേട്ടവും കൈവരിക്കുവാനായി. ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾക്കും ശക്തമായ പ്രകടനവും കാഴ്ചവെക്കുവാനായി. തുടർന്ന് മിഡ് ക്യാപ്പിന് 1%ന്റെയും സ്മോൾ ക്യാപ്പിന് 1.5% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. മിനിയാന്നത്തെ ശക്തമായ നേട്ടത്തിന് ശേഷം ഇന്നലെ ഫ്ലാറ്റ് ആയിട്ട് 3 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി $ഡോളറിനെതിരെ ട്രേഡിംഗ് അവസാനിപ്പിച്ച ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് $ഡോളറിനെതിരെ ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 22 പൈസയുടെ നേട്ടത്തോടുകൂടി 95.64 എന്ന നിലയിൽ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ അതിശക്തമായ ഒരു നേട്ടത്തോടുകൂടി തന്നെ ഏകദേശം ഒരാഴ്ചയിലേറെ കാലങ്ങൾക്ക് ശേഷം ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. 2 ദിവസത്തെ പ്രീ മാർക്കറ്റ്, പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതായത് US മാർക്കറ്റുകൾ ഉൾപ്പെടെ ഗ്ലോബൽ മാർക്കറ്റില് AI ചിപ്പ് മേഖലയിൽ ശക്തമായ സെല്ലിംഗ് പ്രഷറാണ് അനുഭവപ്പെടുന്നത്. അതിന്റെ പ്രതിഫലനം ഇന്ന് വീണ്ടും ഗ്ലോബൽ മാർക്കറ്റിൽ അനുഭവപ്പെടുകയും ചെയ്തു. കൊറിയൻ മാർക്കറ്റില് SK ഹൈനെക്സിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സ് മാർക്കറ്റിനെ നിരാശപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്നും കൊറിയൻ മാർക്കറ്റിന് 10% ഇടിവ് നേരിടേണ്ടതായിട്ടും വന്നു. തുടർന്ന് ഇന്ന് കൊറിയൻ മാർക്കറ്റിന് കുറച്ച് സമയത്തേക്ക് ട്രേഡിംഗ് താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ടതായിട്ടും വന്നിരുന്നു. തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് കൊറിയൻ മാർക്കറ്റിൽ നിന്നും 20% ഇടിവും നേരിടേണ്ടതായിട്ട് വരികയും ചെയ്തു. എന്നാൽ ഇന്ത്യൻ IT മേഖലയെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബലി AI ചിപ്പ് മേഖലയിൽ അനുഭവപ്പെടുന്ന ശക്തമായ സെൽ ഓഫ് ഗുണകരമായി മാറുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. കാരണം ഇന്നലെയും നമ്മൾ കണ്ട പോലെ തന്നെ ഏകദേശം 2.5 വർഷങ്ങൾക്ക് മുന്നേ AI ചിപ്പ് മേഖല ശക്തമായ കുതിച്ചുചാട്ടം നടത്തിയപ്പോൾ ഇന്ത്യൻ IT മേഖലയിൽ നിന്നും ബിഗ് പ്ലേയേഴ്സ് എക്സിറ്റ് ചെയ്തുകൊണ്ട് AI ചിപ്പ് മേഖലയ്ക്ക് തിരിഞ്ഞതായിരുന്നു ഇന്ത്യൻ IT മേഖലയുടെ മോശമായ പെർഫോമൻസിന് കാരണമാക്കിയെങ്കിൽ AI ചിപ്പ് മേഖലയിൽ അനുഭവപ്പെടുന്ന മോശമായ അവസ്ഥ വീണ്ടും ഇന്ത്യൻ IT മേഖലയ്ക്ക് ഗുണകരമാകുന്ന കാഴ്ചയുമാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇന്ന് ഇൻഫോസിസിന് 4%-ലേറെ നേട്ടം കൈവരിക്കുവാനായപ്പോൾ കോഫോജിന് 3.5%-ലേറെയും നേട്ടം കൈവരിക്കുവാനായി. മാത്രമല്ല, ഇൻഫോസിസിന് തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് 11% നേട്ടമാണ് കൈവരിക്കുവാനുമായത്. ഇന്നും തുടർച്ചയായി നിഫ്റ്റി ITക്ക് നേട്ടം തുടരുവാനുമായി ഏകദേശം 2.32% നേട്ടത്തോടുകൂടി തന്നെയാണ് ഇന്ന് നിഫ്റ്റി IT ട്രേഡിംഗും അവസാനിപ്പിച്ചത്. കൂടാതെ നിഫ്റ്റി IT ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളിൽ ആകെ എംഫസൈസിനെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 9 സ്റ്റോക്കുകൾക്കും ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കാനായതും തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനുകളിലെ സെല്ലിംഗിന്
ട്രേഡിംഗിന് ശേഷം ഈ ആഴ്ചയിലെ ഫോഴ്സ് ട്രേഡിംഗ് 755 കോടി രൂപയ്ക്കാണെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉടലെടുത്തതും ഇന്ന് മാർക്കറ്റിന്റെ വികാരത്തെ ഉണർത്തുക തന്നെ ചെയ്തു. ഇതിനെല്ലാം പുറമെ ടെക്നിക്കലായിട്ടുള്ള ഫാക്ടറും ഇന്ന് മാർക്കറ്റിനെ പിന്തുണച്ചിരുന്നു. കാരണം ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ടിരുന്നു 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുള്ളൂ എന്ന്. അതേസമയം 24,100, 24,200, തുടർന്ന് 24,300 എന്നീ ലെവലുകളിൽ റെസിസ്റ്റൻസും നേരിട്ടേക്കാമെന്ന് നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഇന്ന് നിഫ്റ്റിക്ക് 24,175 എന്ന ലെവലിൽ ഗ്യാപ്പ് അപ്പ് ലഭ്യമായതുകൊണ്ട് തന്നെ 24,200 എന്ന ലെവൽ മറികടക്കുവാൻ പിന്നീടായെങ്കിലും 23,300 എന്ന ലെവൽ മറികടക്കുവാനുമായിരുന്നില്ല. ഇതിന് തൊട്ട് താഴെ വെച്ച് തന്നെ റെസിസ്റ്റൻസും നേരിട്ടു. നിഫ്റ്റിക്ക് ഇന്ന് അതിന്റെ സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിച്ചതും ഈ തിങ്കളാഴ്ച ഗ്ലോബൽ മാർക്കറ്റിൽ വ്യാപാരം ആരംഭിച്ചത് യുഎസും ഇറാനും തമ്മിലുള്ള താൽക്കാലികമായിട്ടുള്ള പോസ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രഖ്യാപനത്തെ തുടർന്ന് ശക്തമായ പോസിറ്റിവിറ്റിയോട് കൂടിയിട്ടായിരുന്നെങ്കിലും തിങ്കളാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് അടച്ചതിന് ശേഷം വ്യാപാരം ആരംഭിച്ച യുഎസ് മാർക്കറ്റില് തിങ്കളാഴ്ചയോ ഇന്നലെ ചൊവ്വാഴ്ചയോ കാര്യമായ പോസിറ്റിവിറ്റി അനുഭവപ്പെടുകയും ചെയ്തില്ല. അതിലേക്ക് പ്രധാനമായും നയിച്ചത് ഇന്നലെ തുടങ്ങി ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവസാനിക്കുന്ന യുഎസിന്റെ ഫെഡ് മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 11:30 വരാനിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷന് മുകളിലുള്ള ആശങ്കകൾ തന്നെയാണ് മാർക്കറ്റും നിക്ഷേപകരും എക്സ്പോർട്ടുകളൊക്കെ വെച്ച് പുലർത്തുന്ന പ്രതീക്ഷ. എസ്പെഷ്യലി കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രഖ്യാപനങ്ങളെ തുടർന്ന് എണ്ണയുടെ വിലയിൽ 10% ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് യുഎസ് ഫെഡിന്റെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് തന്നെ നിലനിർത്തുവാനുള്ള സാധ്യതകളാണ് വെച്ച് പുലർത്തുന്നതും. എങ്കിലും ട്രേഡേഴ്സിന്റെ ഭാഗത്ത് നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന LSEG ഡാറ്റ പ്രകാരം 37% 25 ബേസിസ് പോയിന്റുകളുടെ ഹൈക്കിനുള്ള സാധ്യതകൾ ഈ വർഷം തന്നെ ഉള്ളൂ എന്നുള്ള റിപ്പോർട്ട്സ് ആണ് മാർക്കറ്റിൽ നിലവിൽ നിലനിൽക്കുന്നതും. ആയതിനാൽ തന്നെ പുതിയ ഫെഡ് ചെയർമാൻ തന്റെ രണ്ടാമത്തെ ഫെഡ് മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യാതെ തന്നെ സ്റ്റഡി ആയിട്ട് തന്നെ നിലനിർത്തുമെന്നുള്ള പ്രതീക്ഷയും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് കരുത്തും പകർന്നു. ഇതിന് പുറമെ തിങ്കളാഴ്ച 9.25%, ഇന്നലെ 0.5% ഇടിവ് രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സിൽ ഇന്ന് 4% ഇടിവോടുകൂടി 12 എന്ന ലെവലിലേക്ക് ഇന്ത്യ വിക്സിന് കൂൾ ഓഫ് ആകാൻ സാധിച്ചതും യുഎസ് ഡോളറിനെതിരെ തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ രൂപയ്ക്ക് നേട്ടം കൈവരിക്കുവാനായതും ഇന്നത്തെ മാർക്കറ്റിന്റെ ശക്തമായ കുതിപ്പിനെ കരുത്തു പകരുകയും ചെയ്തു. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ യുഎസ് മാർക്കറ്റിൽ നെഗറ്റിവിറ്റി തന്നെയാണ് അനുഭവപ്പെടുന്നത്. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 0.5% അഥവാ 106 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5% നേട്ടത്തോടുകൂടിയും അതേസമയം ഫ്രാൻസ് മാർക്കറ്റ് 0.5%, ജർമ്മൻ മാർക്കറ്റ് 0.5% നഷ്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ നിന്നും മിക്സഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ടും സാധിക്കുക. ഇന്ത്യ, സിംഗപ്പൂർ, ഹോങ്കോങ്, ചൈനീസ് മാർക്കറ്റുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി ഇന്ന് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായുള്ളൂ. കൊമോഡിറ്റിയിൽ ഇന്ന് പല മാധ്യമങ്ങൾ വഴി നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടാകും, വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ രാജ്യങ്ങൾ തമ്മിൽ ചില പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്തു. അതായത് ഇന്നലെ യുഎസും സൗദിയും ചേർന്നുകൊണ്ട് ഇറാഖിനെ ആക്രമിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്നലെ ഹൂതികളുടെ ഭാഗത്ത് നിന്നും ചെങ്കടലിലെ സൗദി എണ്ണ ടാങ്കറുടെ മുകളിൽ നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റില് വീണ്ടും എണ്ണയുടെ വിലയിൽ നേരിയ തോതിലുള്ള ഉണർവാണ് അനുഭവപ്പെടുന്നതും. ബ്രന്റ് ക്രൂഡിന്റെ വില 4.4%, ക്രൂഡ് ഓയിലിന്റെ വില 4.4% ഉയർച്ചയോട് കൂടിയിട്ടുമാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ബ്രന്റ് ക്രൂഡിന്റെ വില $87.77 ആയിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $82.60 ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വില രാവിലത്തെ പോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ട് $430.42 ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല, ടിപ്സ് മ്യൂസിക്. ഓഗസ്റ്റ് 5 ചേരുന്ന ബോർഡ് മീറ്റിംഗിൽ ഷെയർ ബൈബാക്കിനെ കുറിച്ചുള്ള തീരുമാനമെടുക്കും. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ഡാൻഗോട്ട് ഗ്രൂപ്പിൽ നിന്ന് 8 ഗ്യാസ് ടർബൈൻ ജനറേറ്റർ പാക്കേജുകൾക്കുള്ള ഓർഡർ ലഭിച്ചു. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലാന്റിൽ $350 മില്യൺ നിക്ഷേപിക്കുവാൻ സെയിലും ഇന്തോനേഷ്യയുടെ ക്രൗക്കാറ്റ സ്റ്റീലും പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്.
മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ്. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റില് 90.8% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 81.6% ഇടിവും രേഖപ്പെടുത്തി. കാർ ട്രേഡ് ടെക് പ്രോഫിറ്റില് 19.3%, റവന്യൂവില് 16.3% വർധനവ് രേഖപ്പെടുത്തി. തങ്കമയിൽ ജ്വല്ലറി നെറ്റ് പ്രോഫിറ്റില് 86.2%, റവന്യൂവില് 71.2% വർധനവ് രേഖപ്പെടുത്തി. കോൾഗേറ്റ് പാമോലിവ് നെറ്റ് പ്രോഫിറ്റില് 7%, റവന്യൂവില് 11.8% വർധനവ് രേഖപ്പെടുത്തി. അദാനി പോർട്സ് നെറ്റ് പ്രോഫിറ്റില് 9%, റവന്യൂവില് 19% വർധനവ് രേഖപ്പെടുത്തി. ഏഷ്യൻ പെയിന്റ്സ് നെറ്റ് പ്രോഫിറ്റില് 40%, റവന്യൂ ഫ്രം ഓപ്പറേഷൻസില് 18% വർധനവ് രേഖപ്പെടുത്തി. M&M ട്രക്ക് ബസ് ഡിവിഷനുകൾ 525 കോടി രൂപയ്ക്ക് SML മഹേന്ദ്രയ്ക്ക് വിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വന്നു. ഇതിനെ തുടർന്ന് ഇന്ന് SML മഹേന്ദ്രയുടെ ഷെയർ പ്രൈസിൽ 20% അപ്പർ സർക്യൂട്ടും ലഭ്യമായി. എന്നാൽ അതേസമയം M&Mന്റെ സ്റ്റോക്ക് പ്രൈസിൽ ഇടിവും രേഖപ്പെടുത്തി. ദേവയാനി ഇന്റർനാഷണൽ ഇവർ KFC, പിസ്സ ഹട്ട്, കോസ്റ്റ കോഫി തുടങ്ങിയ ഔട്ട്ലെറ്റുകളുടെ ഇന്ത്യയിലെ ഓപ്പറേറ്റേഴ്സ് ആണ്. കമ്പനിയുടെ Q1 റിസൾട്ടില് നെറ്റ് പ്രോഫിറ്റില് 4 മടങ്ങിന്റെ വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 16% വർധനവും രേഖപ്പെടുത്തി. ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ നെറ്റ് പ്രോഫിറ്റില് 2 മടങ്ങ് വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 36% വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.